ഹലോ, ഇന്ന് ഞങ്ങളുടെ ഫുക്കറ്റിലെ ദിനങ്ങൾ അവസാനിച്ച് ബാങ്കോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി വന്നിട്ടുണ്ട്. പിക്ക് ആൻഡ് മോർണിംഗ് 8:45 വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ഒരു 11 മണിക്കാണെന്നോണല്ലേ ഫ്ലൈറ്റ്? യെസ്, 11:45 അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 1 hour ജേർണി ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റിനാണ് പോകുന്നത് ബാങ്കോക്കിലേക്ക്. ഫുക്കറ്റ് ഡേയ്സ് വളരെ നല്ലതായിരുന്നു. ഇനി ബാങ്കോക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. എസ്പെഷ്യലി നമ്മളുടെ ഐലൻഡ് ട്രിപ്പ്. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഐലൻഡിൽ വരാതെ പോവരുത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം 10 ആവാറായിട്ടുണ്ട്. നമ്മൾ 8:45 ഇറങ്ങിയത്. ഇവിടെയാണെങ്കിൽ നല്ല ട്രാഫിക് ഉണ്ട്, നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫുക്കറ്റ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി നമ്മളെപ്പോഴും ഇങ്ങനെ ഓടിപ്പഞ്ഞാണ് വരുന്നത്. ചില കൗണ്ടേഴ്സൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 11:05 നമ്മൾ ഡിപ്പാച്ചർ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 10 സംതിങ് ഐ തിങ്ക് ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. നേരത്തെ 10:45 ആയിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലൈറ്റ് വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എൻ്റെ മിഡിൽ സീറ്റായിരുന്നു. ഞാൻ ചേട്ടനായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. സോ വിൻഡോ സീറ്റ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ലാൻഡിങ് അടിപൊളിയായിരുന്നു. ടേക്ക് ഓഫ് എങ്ങനെയാണെന്ന് അറിയില്ല. ലാൻഡിങ് ഒരു ഓഷ്യൻ്റെ സൈഡിലായതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മൾ നൈറ്റായിരുന്നു വന്നതൊക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ക്ലൗഡി അറ്റ്മോസ്ഫിയർ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചെയ്യണേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മൾ ഫുഡ് വാങ്ങിച്ചിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിചാരിച്ചു നമ്മൾ എയർപോർട്ടിൽ നിന്ന് ബർഗറും പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേ, അതായത് ചിക്കൻ്റെ പോപ്കോൺ. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോകട്ടോ. അങ്ങനെ വി ഹാവ് റീച്ച്ഡ് ബാങ്കോക്ക് എയർപോർട്ട്. ഇനി പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിവിടുന്ന് ഡയറക്റ്റ് സൈറ്റ് സീയിങ്ങിലേക്കാണ് പോകുന്നത്. നമ്മളിന്ന് ഏൻഷ്യന്റ് സിറ്റി കാണാനാണ് പോകുന്നത്, ബാങ്കോക്ക് ഏൻഷ്യന്റ് സിറ്റി. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാനായിട്ടുള്ള ആള് പുറത്ത് വെയിറ്റിംഗ് ആണെന്നാണ് തോന്നുന്നത്. കളഞ്ഞോ. പിന്നെ നമ്മുടെ കൂടെ ഇന്ന് ചേട്ടൻ്റെ അനിയനും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ ഇന്ന് കൊച്ചിയിൽ നിന്ന് ഇവിടേക്കാണ് വന്നത്. അപ്പോൾ മോർണിംഗ് തന്നെ എത്തിയിട്ടുണ്ട്. സോ നമുക്കിനി ബാങ്കോക്കിലെ കാഴ്ചകൾ കാണാം. നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന ആൾ നിഖിൽദേവ് എന്നുള്ള ബോർഡും വെച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അവർക്ക് അപ്ഡേറ്റ് ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. പിന്നെ
വരാനുള്ള ആൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. ആൻഡ് എയർപോർട്ട് നല്ല തിരക്കുള്ള ഒരു എയർപോർട്ട്. നല്ല രസമുണ്ട് എയർപോർട്ട്. കുറേ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ചയായിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് എവിടെ നിർത്തില്ല എന്ന് പറഞ്ഞു. അതായത് വണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒറ്റ പോക്കായിരിക്കും, എവിടെ നിർത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ അനിയൻ വന്നപ്പോൾ ഓൾറെഡി KFC ഒക്കെ വാങ്ങിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് ആളൊന്ന് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കുമ്പോഴത്തേനും ഉച്ചക്കത്തെ ലഞ്ചായി. ഞങ്ങളുടെ വണ്ടി വന്നു. ഇനി വണ്ടിയിൽ കയറി നേരെ ഏൻഷ്യന്റ് സിറ്റിയിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഏൻഷ്യന്റ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ലാർജസ്റ്റ് ഔട്ട്ഡോർ മ്യൂസിയം എന്നോട് എഴുതിച്ചിരിക്കുന്നത് കണ്ടു. കാറിലിരുന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അതിൻ്റെ ഒരു ഉറക്കം. ആക്ച്വലി ഏൻഷ്യന്റ് സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏൻഷ്യന്റ് സിറ്റീനെ ഇവർ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് വീണ്ടും ഒരു ടൂറിസ്റ്റ് ഇതിന് വേണ്ടിയിട്ട്. ഒരു തായ്ലൻഡിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ഇവിടെ നമുക്ക് നടന്ന് കാണാൻ പറ്റും. അതാണ് ഇവിടെ സംഭവം. കണ്ടോ ഈ ഒരു മിനിയേച്ചർ വേർഷൻ ഓഫ് ദിസ് ഏൻഷ്യന്റ് സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇനി നമുക്ക് നടന്ന് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പോയി നോക്കാം. ടിക്കറ്റ് കൗണ്ടേഴ്സ് വരുന്നത് നമ്മൾ ഓൺലൈനിൽ എല്ലാം പ്രീ പർച്ചേസ്ഡ് ആണ്. നമ്മൾ പാക്കേജ് എടുത്ത് വന്നുകൊണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ടിക്കറ്റിൻ്റെ കൂടെ ഗൂഗിൾ മാപ്പ് എന്തോ തന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ പല വണ്ടികളുണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി ആദ്യം നമ്മളുടെ വണ്ടി തന്നെയാണ് പോയത്. പക്ഷെ അതിനകത്ത് വലിയ കാര്യമായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് അധികം അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു വണ്ടി എടുക്കാൻ പോവാണ്. കാര്യം വണ്ടി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതെ, അവിടെയൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്. അങ്ങനത്തെ കുഞ്ഞു 2 പേർക്ക് പോകാനുള്ളത്, പിന്നെ സൈക്കിള് പോലത്തെ അതൊക്കെ ഉണ്ട്. അതൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യണം. വലിയ ബസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ ഡ്രൈവ് ചെയ്ത് തരും. ഒന്ന് തപ്പി നോക്കട്ടെ. അവിടെ ഒരുപാട് ഇങ്ങനത്തെ ഇതിലൊരു 4 പേർക്കൊക്കെ പോവാം. ഒരു ഫാമിലിക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്യാം കേട്ടോ. ഇതിന് ഗിയറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തോ ഒരു സാധനം ചവിട്ടാനുണ്ട്. എങ്ങനെ ഓടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മളപ്പോ ഈ വണ്ടിക്കാണ്ട് പോകാൻ പോകുന്നത്. ഓടിക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്തു. ഓ, സ്റ്റോപ്പ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് ബ്രേക്ക് ആയിരിക്കും അല്ലേ? ആക്സിലേറ്റർ ഇപ്പുറത്ത് ഉണ്ടാവായിരിക്കും. വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ പിറകിൽ നല്ല ഭംഗിയുള്ളൊരു സംഭവം. അതെന്താണെന്ന് എനിക്കറിയില്ല. മേ ബി ഇവരുടെ എന്തെങ്കിലും ടെമ്പിൾ ഓർ സംതിങ് ആയിരിക്കും. നമുക്ക് നോക്കാതെ അവരകത്തേക്ക് കയറി പോകുന്നുണ്ട്. അകത്തേക്ക് പോയി നോക്കാം. നല്ല വെയിലുണ്ട് കേട്ടോ. ചേട്ടൻ ഫ്രണ്ടിൽ പോയെന്നാണ്. ആ തൊപ്പിയാണോ ചേട്ടൻ? തൊപ്പി അറിയത്തില്ല. എന്തോ സാധനം പ്ലീസ് പറഞ്ഞു തരുമോ?
നമ്മള് പോയതായിരിക്കോ ഫസ്റ്റ് ഡേ അല്ലല്ലേ? നമ്മള് കണ്ടിട്ടില്ലേ പട്ടായയിലേക്ക് പോകുന്നവർ അവിടെ പോകുന്നവർ ഇങ്ങനെ കുറെ ഫോട്ടോസ് ഒക്കെ ഇടാറില്ലേ? അതിന്റെ മിനിയേച്ചർ വേർഷൻ. നമ്മള് സീരീസ് ആൻഡ് ഡ്രാമയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സംഭവം. എന്താ അവിടെ ഒരു പുള്ളിക്കാരൻ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ? അങ്ങനെ നമുക്കും ഇടാൻ പറ്റും. ലൈക്ക് നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റും. ഇതിന് ശേഷം റെന്റിന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലത്തെ ഡ്രസ്സൊക്കെ ചെയ്ത് പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഡ്രസ്സ് ഇടണമെന്നുള്ളവർക്ക് ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ഫോട്ടോസ് എല്ലാം എടുക്കാം. ഹായ്, ഞാൻ കണ്ടിരുന്ന കൊറിയൻ ഡ്രാമാസ്, തായ് ഡ്രാമാസ് എല്ലാം അതിലുള്ള സെയിം സ്ഥലങ്ങളാണ്. ഈ ആൻഷ്യൻ സിറ്റിയിൽ എവിടെ നോക്കിയാലും നല്ല മനോഹരമായ ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കാണാനാണെങ്കിലും നല്ല രസമാണ്. നല്ല രസം തന്നെയുണ്ട്. നമുക്ക് പിക്സൊക്കെ എടുത്തെടുത്ത് മതിയാവില്ല, അത്രയ്ക്കും മനോഹരമായിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏൻഷ്യൻ സിറ്റിയുടെ പകുതി പോലും ഞങ്ങൾ കവർ ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ഒരുപാട് പിക്ചേഴ്സ് എടുത്തു, റീലിനുള്ള കണ്ടൻസ് എടുത്തു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ മസ്റ്റായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഏൻഷ്യൻ സിറ്റി എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഈവനിങ് ആയപ്പോഴത്തേനും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഈവനിങ് ഒരു 5:36 ഒക്കെ ആകുമ്പോഴത്തേനും ക്ലോസ് ചെയ്യും. അങ്ങനെ നമ്മൾ പിന്നെ രാത്രിയായിട്ടോ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ എത്തിയപ്പോഴത്തേനും, കാരണം അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉള്ള ഒരു സ്ഥലമാണ് ബാങ്കോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരെ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്കൊക്കെ പോവാം. പിന്നെ അതുപോലെ ഇവിടുത്തെ ബാങ്കോക്കിലെ ഫസ്റ്റ് ഡേ ആണ്, അപ്പോൾ അവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ തായ്ലൻഡിൽ എത്തിയതിന് ശേഷം ഉറക്കം വളരെ കുറവാണ്. കാരണം ഞങ്ങൾക്ക് ആ ഒരു ടൈമും കൂടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ പുലർച്ചെ കിടന്നിട്ട് ഏർലി മോർണിംഗ് തന്നെ എണീക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ശീലം. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയെന്ന് വെച്ചാൽ നാട്ടിൽ വെച്ചിട്ട് 9 മണിയാകുമ്പോഴേക്കും കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഇവിടെ വന്നിട്ട് ആ ഒരു വൈബിൽ അങ്ങ് അലിഞ്ഞ് ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ബാങ്കോക്കിലെ നൈറ്റ് ലൈഫിൻ്റെ വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇറക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ബൈ.